ലീഡർ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് റോൾ, നിങ്ങളുടെ ടീമിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എഴുതി വെക്കുക. യു നീഡ് ടു റൈറ്റ് ഡൗൺ ഓൾ ദ ആക്ടിവിറ്റീസ്. അത് കംപ്ലീറ്റ്ലി എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ അതിൽ ഏതെല്ലാം ഡ്യൂട്ടീസ് ചെയ്യുന്നു, അതിൽ ഏതെല്ലാം ഡ്യൂട്ടീസ് നിങ്ങൾ ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ പ്രയാസമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പ്രൊജക്ടിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളാണോ? നിങ്ങളൊരു നല്ല ഡിസൈനർ അല്ലെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ്. എൻ്റെ പ്രൊജക്ടിന്റെ, എൻ്റെ പോസ്റ്ററിന്റെ, എൻ്റെ സംഭവങ്ങൾ എൻ്റെ തുടക്കത്തിൽ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ടീം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാനായിരുന്നു എൻ്റെ എല്ലാ വർക്കുകളും ചെയ്തിരുന്നത്. ഐ വാസ് ഡൂയിങ് ഇറ്റ്. അതിന്റെ പോസ്റ്റർ ഡിസൈനിങ് വരെ ഞാനാണ് ചെയ്തിരുന്നത്. ബട്ട് ഐ ആം നോട്ട് ഗുഡ് അറ്റ് ദാറ്റ്. അതിൽ ഞാൻ ഉഷാറല്ല. കണക്കുകൾ, ഐ ആം വെരി ഇൻകോമ്പിറ്റന്റ് ആണ്. എനിക്ക് കാൽക്കുലേഷൻസ് വളരെ വീക്കാണ്. കണക്ക് നോക്കാൻ അറിയാത്തതുകൊണ്ടല്ല. അക്കൗണ്ട്സിങ് ക്വാളിറ്റി എന്ന് പറയുന്ന ഇറ്റ്സ് ആൻ ഇൻകോമ്പിറ്റന്റ് ക്വാളിറ്റി ഫോർ മീ. അതെന്ന് വെച്ചാൽ എനിക്ക് കഴിവില്ലാത്ത ഏരിയയാണ്, ഞാൻ അതിലേക്ക് നോക്കാൻ പാടില്ല. ഇറ്റ്സ് ആൻ ഇൻകോമ്പിറ്റന്റ്. പക്ഷേ ഐ നോ സിമ്പിൾ ആയിട്ടുള്ള കണക്ക് സൂക്ഷിക്കാൻ എനിക്കറിയാം. പക്ഷെ അതുപോലെ ഒരു ബിസിനസിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻകോമ്പിറ്റന്റ്. അപ്പം ഞാൻ ആദ്യം തന്നെ എന്താ വെച്ചാൽ ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള ഏരിയയിൽ ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള ഏരിയ ഞാൻ മാറ്റിവെച്ചു. എന്താണ് ഈ ടാസ്കിന്റെ പ്രത്യേകത? ടാസ്ക് ദാറ്റ് മേക്സ് യു ഫീൽ ഫ്രസ്ട്രേറ്റഡ് ആൻഡ് സ്ട്രെസ്ഡ്. ഈ ടാസ്ക് നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്ത സ്ട്രെസ്സാണ്. നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്യുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ദേഷ്യമാണ്, ഇഷ്ടമില്ല, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. ബിക്കോസ് യു ആർ ജസ്റ്റ് നോട്ട് ഗുഡ് അറ്റ് ദം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് യു ഹേറ്റ് ദീസ് ആക്ടിവിറ്റീസ്. ആ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീമിൽ ആ ഒരു ഏരിയ ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല. അതിലേക്ക് വേണ്ട വേറൊരാളെ നിങ്ങൾ റിക്രൂട്ടും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്കത് ഇഷ്ടമല്ല, വേറൊരാളെ റിക്രൂട്ടും ചെയ്തിട്ടില്ല, നിങ്ങളത് ചെയ്യുന്നുമില്ല. അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യും? വേറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടില്ല, ചെയ്യൽ നിർബന്ധമാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഡോണ്ട് ഡു ദാറ്റ്. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ, നിങ്ങൾ കൂടുതൽ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ബെറ്റർ ലീഡറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇൻകോമ്പിറ്റൻസ് ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്ത് വർക്ക് ചെയ്യും. നെക്സ്റ്റ് എന്താണ്? കോമ്പിറ്റന്റ് ഏരിയ. കോമ്പിറ്റന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിവുണ്ട്, പക്ഷെ നിങ്ങളെക്കാട്ടിലും മികച്ച രീതിയിൽ ആ ജോലി ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. യു ആർ മെയർലി എഡ്യൂക്കേറ്റഡ്. നിങ്ങൾക്ക് കഴിവുണ്ട്, ഓക്കെ, നിങ്ങൾ ഓക്കെയാണ്, ചെയ്യാൻ അറിയാം, പക്ഷെ നിങ്ങളെക്കാട്ടിലും ഉഷാറായിട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ടീം മാനേജ്മെന്റ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും, പക്ഷേ ദർ ആർ ബെറ്റർ പീപ്പിൾ ടു ഡു ദാറ്റ്. മനസ്സിലായി? ഉഷാറായിട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ വേറെയുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? ടീമിന് വേണ്ടിയിട്ട് ഗോൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സംഭവങ്ങൾ സെറ്റ് ചെയ്യാം, കാര്യങ്ങൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പല വർക്കുകളും അസൈൻ ചെയ്ത് കൊടുക്കാം. ഐ നോ ഹൗ ടു ഡു ഇറ്റ്. പക്ഷേ അത് എന്നെക്കാട്ടിലും ഉഷാറായിട്ട് ഷെഡ്യൂൾ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും സംഭവങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് ഉഷാറായിട്ട് അത് മോണിറ്റർ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവരെയാണ് അത് ഏൽപ്പിക്കുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും, എനിക്ക് കഴിവുണ്ട്, പക്ഷെ എന്നെക്കാട്ടിലും ഉഷാറായിട്ടുള്ളവരുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്താണ്? എക്സലന്റ്. എക്സലന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ ഉണ്ട്. എക്സലന്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉഷാറായിട്ട് ചെയ്യാൻ തന്നെ കഴിയും. ഇപ്പോൾ കോമ്പിറ്റന്റ് ഏരിയയിലാണ് എനിക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ അറിയാം, പക്ഷെ എന്നെക്കാട്ടിലും അത് ഉഷാറായി ഡിസൈൻ ചെയ്യുന്ന ശരത്തുണ്ട്. എക്സലന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോസ് കുറച്ചും കൂടി ഉഷാറായിട്ട് അല്ലെങ്കിൽ എനിക്ക് സംഭവങ്ങൾ ചെയ്യാൻ കഴിയുമായിരിക്കും. എക്സലന്റ് ആയിട്ട് ചിലപ്പം റിസൾട്ട് കൊണ്ടുവരും, അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കൊണ്ടുവരും. ഇപ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് വീഡിയോ മേക്ക് ചെയ്യുന്നത്, ഇതൊക്കെ എനിക്ക് എക്സലന്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. എൻ്റെ റിസർച്ച് എനിക്ക് ചെയ്യാൻ പറ്റും, എക്സലന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ എനിക്ക് ചെയ്യാം, പക്ഷേ ഐ എം നോട്ട് ഗോണ ഡു ദാറ്റ്. ഞാനത് ചെയ്യാൻ തയ്യാറല്ല. എനിക്ക് ഐ നീഡ് എ ടീം ഫോർ ദാറ്റ്. എനിക്ക് അതിനൊരു ടീം വേണം. അപ്പോൾ റിസർച്ച് സംഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യാം. എക്സലന്റ് ആണ്, കഴിവുണ്ട്, ഞാനത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഡിസ്റ്റിങ് ഫോർട്ടെ അല്ലെങ്കിൽ യുണീക്ക് എബിലിറ്റി എന്ന് പറയും. നമുക്ക് മാത്രം ഉഷാറായിട്ടുള്ളൊരു കഴിവ്. നമ്മൾ ആസ് എ ലീഡർ, നിങ്ങൾക്ക് ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്യുന്നിടത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഡിസ്റ്റിങ് ഫോർട്ടയിൽ. അപ്പോൾ ഇനി എടുക്കേണ്ട തീരുമാനം, ദിസ് ഈസ് ഹാർഡ്. ബ്രേക്കിംഗ് ബാരിയർ എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ 3 ഡിസിഷൻസ് എടുക്കുന്നതിൽ ആദ്യത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതിലെ വർക്ക് ചെയ്യൂ എന്നുള്ള തീരുമാനമാണ്. നിങ്ങളൊരു എന്റർപ്രണർ ആണെന്നുണ്ടെങ്കിൽ, ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ, യു നീഡ് ടു മേക്ക് ദാറ്റ് ഡിസിഷൻ. കാരണം എന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടീമിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെടുത്ത തീരുമാനം എന്ന് വെച്ചാൽ ഐ ആം ഗോയിങ് ടു ഡു ഓൺലി വൺ തിങ് ഇൻ മൈ ബിസിനസ്. എൻ്റെ ബിസിനസ് ഞാൻ ഒരു കാര്യം ചെയ്യുള്ളൂ. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ടോക്കിംഗ് ടു പീപ്പിൾ, കമ്മ്യൂണിക്കേറ്റിംഗ്. ബിക്കോസ് ദാറ്റ് ഈസ് മൈ ഡിസ്റ്റിങ് ഫോർട്ടെ, ദാറ്റ് ഈസ് മൈ യുണീക്ക് എബിലിറ്റി. ഐ ആം സോ ഗുഡ് അറ്റ് ദാറ്റ്. ഐ ലവ് ഡൂയിങ് ഇറ്റ്. ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. You have to make that decision. You have to make that decision. നിങ്ങൾ ഏത് യുണീക്ക് എബിലിറ്റിയിലാണ് വർക്ക് ചെയ്യുക? ബാക്കി എല്ലാം നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്തോണം ആസ് എ ലീഡർ. ഇത് നിങ്ങൾക്ക് പ്രയാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? എവറി ചേഞ്ച് ഈസ് ഹാർഡ് അറ്റ് ദ ബിഗിനിങ്, മെസ്സി ഇൻ ദ മിഡിൽ, ബട്ട് ഡോണ്ട് ഗിവ് അപ്പ്. ഇറ്റ് വിൽ ബി പീസ്ഫുൾ ഇൻ ദ എൻഡ്.
So it's not easy. Do you think it is easy? Do you think it is easy? നിങ്ങളോട് എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോയിട്ട് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പറയുന്നത്, ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഈസി? If you think it is easy, then you got wrong. It's not easy, but you have to take that decision. To become a great leader, you need to take that decision. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് ചിലവന്മാർ ചെയ്യൂല. നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ പല ആൾക്കാർ ചെയ്യൂല. ചെയ്യാത്തവനോട് എനിക്ക് പറയാനുള്ള എന്താ പറയുക, നിനക്ക് പോയി, നിനക്ക് നഷ്ടം, നീ ഗ്രോ ചെയ്യാൻ പോകുന്നില്ല. That's it. If you want to grow, if you want to make an impact, if you want to, create maximum result, you have to do this. To become a true leader, you need a team members, you need people, you need to delegate the work. ചില ആൾക്കാർ ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ വിടൂല. റിസ്ക് എടുക്കാൻ പേടിയ, കോംപ്ലക്സിറ്റിയിൽ ഇങ്ങനെ കളിക്കാൻ പോലും ധൈര്യമില്ല. എന്നിട്ട് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അറ്റൻഡ് ചെയ്തു, ഞാൻ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തു, ഞാൻ ഈ കോഴ്സ്, ഞാൻ ഭയങ്കര മോട്ടിവേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, ഞാൻ അത് അറ്റൻഡ് ചെയ്യുന്നത്. Come on, you are a bloody loser if you are not making any changes, if you are not making any decisions. You are equal to a loser. So take decision. Break the barrier. നിങ്ങളുടെ മനസ്സിലാണ് ഗ്രോത്തിൻ്റെ പ്രശ്നം, പുറത്തല്ല. First of all, you have to correct yourself.